അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് 5 മാർക്ക് ഈസി ആയിട്ട് ക്രിസ്മസ് എക്സാമിന് നേടിത്തരാൻ പോകുന്ന ഒരു ഭാഗമുണ്ട് ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രീതികൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ദശാംശ രീതികൾ അഥവാ ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഉറപ്പായും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമുണ്ട്. അത് പല രീതിയിൽ നിങ്ങളോട് ചോദിക്കാം. അതായത് MCQ ആയിട്ട് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. വേഗം തന്നെ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ്, ഗുണനക്രിയകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ്, ഗുണനക്രിയകൾ. നിങ്ങൾക്കറിയാം, ഒരു ഡെസിമൽ ഉള്ള നമ്പറും ഒരു ഡെസിമൽ ഇല്ലാത്ത നമ്പറും, ഒരു ദശാംശ സംഖ്യയും ഒരു ദശാംശ സംഖ്യ അല്ലാത്ത ഒരു സാധാരണ നമ്പറും തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഡെസിമലിനെ ഒഴിവാക്കി സാധാരണ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പറിനെ ഗുണിക്കണം. എന്ത് ചെയ്യണം? സാധാരണ പോലെ നമ്മൾ ആ നമ്പറിനെ ഗുണിക്കുക. ഇതാ നോക്കിക്കൂടാ, 314 × 12. ഇത് എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 3, 7, 6, 8. പക്ഷെ ഇതല്ല നമ്മുടെ ഉത്തരം. നമ്മുടെ ചോദ്യത്തിൽ ഡെസിമൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇത്ര മാത്രമേ നോക്കേണ്ടുള്ളൂ. ഈ ഡെസിമലിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം, ഡെസിമലിന് ശേഷം ഒരു നമ്പറേ ഉള്ളൂ. ഒരു നമ്പർ, ഡെസിമലിന് ശേഷം ഒരു നമ്പർ. അപ്പൊ ഉത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നമ്പർ കഴിഞ്ഞ് കുത്തിടണം. ഇത്ര സിമ്പിൾ ആണ് ആൻസർ. 376.8 എന്ന് നമ്മുടെ ആൻസർ വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 314 × 1.2, 1.2. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡെസിമൽ ഒഴിവാക്കി സാധാരണ പോലെ എഴുതുക. 314 × 12 എത്രയാണ്? 3, 7, 6, 8. ഇത് തന്നെയാണ് ഉത്തരം. പക്ഷെ നമ്മൾ ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡെസിമൽ ഒഴിവാക്കി. അതായത് ഡെസിമലിന് ശേഷം ഇവിടെ എത്ര നമ്പർ ഉണ്ട് നോക്കുക. ഡെസിമലിന് ശേഷം ഇവിടെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നമ്പർ മാറ്റി ഡെസിമൽ ഇടുന്നു. അപ്പൊ ഇവിടെയും ആൻസർ എന്ത് തന്നെയാണ്? 376.8 തന്നെയാണ്. ഒരേ ഉത്തരം, പക്ഷെ ചോദ്യം വ്യത്യാസമാണ്. അപ്പൊ ഇത് പല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 1.234 × 56. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ ഒഴിവാക്കി സാധാരണ പോലെ നമ്മൾ ഈ നമ്പറിനെ ഗുണിക്കണം. സാധാരണ പോലെ. അപ്പൊ നമുക്കറിയാം എങ്ങനെയാ? 1, 2, 3, 4 അല്ലെ? 1234 × 56 സാധാരണ പോലെ ഗുണിക്കുക. ഉത്തരം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 69104. അപ്പൊ നമ്മൾ ഈ ഡെസിമലിനെ അവിടെ കളയുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ ഉണ്ടായിരുന്ന ഡെസിമലിനെ നമ്മൾ കളയുകയാണ് ചെയ്തത്. കളഞ്ഞ് സാധാരണ പോലെ ഗുണിച്ചു. പക്ഷെ ഇതല്ല നമ്മുടെ ഫൈനൽ ആൻസർ. കാരണം നമ്മൾ ചോദ്യത്തിൽ ഡെസിമലിന് ശേഷം എത്ര നമ്പർ ഉണ്ടായിരുന്നു? ചോദ്യത്തിൽ ഡെസിമലിന് ശേഷം ഇവിടെ 3 നമ്പർ ഉണ്ട്. ഡെസിമലിന് ശേഷം 3 നമ്പർ. അതാണ് നമ്മൾ ഒഴിവാക്കി കളഞ്ഞത്. അതിന് നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റില്ല. അതിന് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഇതിന് ഉത്തരം എന്ന് പറയുന്നത് 69104 തന്നെ വരും. ഡെസിമലിന് ശേഷം 3 നമ്പർ ഉള്ളത് കൊണ്ട് 3 നമ്പർ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ ഇടണം. 69.104 ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. 12.34 × 5.6. 12.34 × 5.6. ഇതും നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ പോലെ ഡെസിമൽ ഒഴിവാക്കിയിട്ട്. ഡെസിമൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അല്ലെ? ചില ആൾക്കാർ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഭയങ്കര നെഗറ്റീവായ ആൾക്കാരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ ഡെസിമലിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഒഴിവാക്കി കളയുക. എന്നിട്ട് സാധാരണ പോലെ ഗുണിക്കുക. 1, 2, 3, 4 × 56. ഇതിന്റെ ഉത്തരം നമുക്കറിയാം 69104 ആണ്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ ഉത്തരം. ഇവിടുത്തെ ഉത്തരം 69104 തന്നെയാണ്. പക്ഷേ നമ്മൾ ഒഴിവാക്കി കളഞ്ഞ ഡെസിമൽസ് തിരിച്ചു വരും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡെസിമലിന് ശേഷം 2 നമ്പർ, ഇവിടെ ഡെസിമലിന് ശേഷം 1 നമ്പർ. ആദ്യത്തെ നമ്പറിൽ ഡെസിമലിന് ശേഷം 2 നമ്പർ, ഇവിടെ 2 നമ്പർ. ഒരു മിനിറ്റ്. ഇവിടെ ഡെസിമലിന് ശേഷം 2 നമ്പർ, ഇവിടെ ഡെസിമലിന് ശേഷം 1 നമ്പർ. മൊത്തത്തിൽ ഡെസിമലിന് ശേഷം 3 നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരത്തിൽ 3 നമ്പർ കഴിഞ്ഞിട്ട് വേണം ഡെസിമൽ ഇടാൻ. 69.104 തന്നെയാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. 123.4
123 അല്ല 123.4 into 0.56. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ പോലെ തന്നെ ഈ നമ്പേഴ്സ് ഗുണിക്കുന്നു, ഡെസിമൽ ഒഴിവാക്കി 1 2 3 4 into 5 6 1234 into 56. ഇതേ ഉത്തരം തന്നെയാണ് 69104. അപ്പൊ ഇവിടെയും ഉത്തരം അത് തന്നെയാണ്, 69104 തന്നെയാണ്. പക്ഷേ നമ്മൾ ഒഴിവാക്കി കളഞ്ഞ ഡെസിമൽസ് നമ്മളെ തിരിഞ്ഞ് പിറകെ വന്നു അല്ലെ? നമ്മൾ ഒഴിവാക്കി കളഞ്ഞ ഡെസിമൽസ് നമ്മളെ തിരഞ്ഞ് പുറകെ വന്നു. ഇവിടെ ഒരു നമ്പർ, ഇവിടെ 2 നമ്പർ. ഇവിടെ നോക്കുക, ഇവിടെ ഒരു നമ്പർ, ഇവിടെ 2 നമ്പർ, മൊത്തത്തിൽ 3 നമ്പർ. അപ്പൊ നമ്മൾ ഇവിടെ 3 നമ്പർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കുത്തിടണം. ഇതാണ് ഫൈനൽ ആൻസർ 69.104. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം സെയിം ആൻസർ ആണ്, പക്ഷെ ചോദ്യം ഒക്കെ മാറി 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 വരുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ചോദ്യം പല രീതിയിൽ ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാം, ട്രൂ ഓർ ഫോൾസിൽ ചോദിക്കാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ചോദിക്കാം, MCQയിൽ ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ചോദ്യം വരാം. കൃത്യമായിട്ട് പഠിച്ചോളുക. അതിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി കൂടെ തരുവാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എത്രയെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ താഴത്ത് കമന്റ് ആയിട്ട് പറയാനൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എൻഡ് ഗെയിം ബാച്ച് നമ്മുടെ സൈലം പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫിൽ നമുക്ക് ഈ ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ചുമ്മാതല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മളെ ഈ ബാച്ചിൽ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം കൂടെ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് അല്ലെ? ഒന്നല്ല, ആക്ച്വലി നിങ്ങൾക്ക് USS എക്സാം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുകൂടി ഉണ്ട്? ആനുവൽ എക്സാം എന്ന് പറയുന്ന വലിയൊരു കടമ്പ കൂടി കടക്കാനുണ്ട്. അപ്പൊ ഈ വർഷം നല്ല മാർക്കോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ 7th ഗ്രേഡ് അടിപൊളി മാർക്കിൽ പാസ്സാവേണ്ടതുണ്ട്. അപ്പൊ ആരും തന്നെ എന്ത് ചെയ്യേണ്ട? ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. വേഗം തന്നെ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതലേ ഉള്ള ചാപ്റ്റേഴ്സ് നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കാം.